ലോക പോലൊരു സിനിമ ഉണ്ടായതിന്റെ പിന്നിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതിന്റെ പേരിൽ ശബ്ദിച്ച നടിമാർക്കും പങ്കുണ്ടെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന് നിർമ്മാതാവ് വിജയ് ബാബു. സ്ത്രീ കേന്ദ്രീകൃത കഥ സിനിമകൾ എന്നും മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ ജൂൺ എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. കീറിമുറിച്ച് പറയേണ്ട കാര്യമല്ല. വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും സ്ത്രീകൾ മുഖ്യവേഷം ചെയ്യുന്ന സിനിമകളും ഇവിടെ കലാകാലമായി വരുന്നുണ്ട്. ഓരോ കാലത്തിനും അനുയോജ്യമായ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ. ഹൗ ഓൾഡ് ആർ യു ആ കാലത്ത് നല്ല ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. ലോകയുടെ വിജയം ദുൽഖർ സൽമാൻ സംവിധാനം ചെയ്ത അരുൺ ഡൊമിനിക്കിന് മാത്രമുള്ളതാണ്. ആരും സ്പേസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടല്ല. ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രം പുരുഷനാവുമ്പോഴും ശക്തരായ സ്ത്രീ കഥാപാത്രം ഉണ്ടാകും. ദേവാസുരം, കന്മദം തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണെന്നും വിജയബാബു പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. നടി രീമ കല്ലിങ്കലുമായി സൗഹൃദം ഇല്ലാത്തതിനെക്കുറിച്ചും വിജയബാബു സംസാരിച്ചു. പല ഇക്വേഷൻസും ഇൻഡസ്ട്രിയിൽ മാറിപ്പോയി. സുഹൃത്ത് ബന്ധങ്ങൾ സിനിമാ രംഗത്ത് അത്രയും ശക്തമുള്ള അപൂർവമാണ്. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. റിഗ്രറ്റ് ഇല്ലെന്നും വിജയബാബു പറയുന്നു. നേരത്തെ ടോക്സിക് സിനിമയുടെ ടീസറിലെ ഇന്റിമേറ്റ് രംഗങ്ങൾ വിവാദമായപ്പോൾ സംവിധായകൻ ഗീതു മോഹൻദാസിനെതിരെയും WCCക്കെതിരെയും വിജയബാബു പരാമർശം നടത്തിയിരുന്നു. ഇരട്ടത്താപ്പിന്റെ രാജിമാരെക്കുറിച്ച് അവർ പറയുന്ന കഥകളെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കില്ല. അഭിപ്രായം പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കാരണം അവർക്ക് എല്ലാം പ്രിവിലേജ് ഉണ്ട്. എല്ലായ്പ്പോഴും അവരുടെ സൗകര്യത്തിന് അനുസരിച്ച് വാക്കുകളും പ്രവൃത്തികളും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വളച്ചൊടിക്കുന്നു. കളക്റ്റീവ് എന്ന് പറയുന്ന ഈ സ്ത്രീകൾ ഒരു പുരുഷനെ ആക്രമിക്കാൻ തോന്നുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് കൂട്ടമായി ആക്രമിക്കുന്നു. അടുത്ത ആളെ കിട്ടുന്നതുവരെ പിരിഞ്ഞു പോകുന്നു. എന്നാൽ സ്വന്തമായ സ്റ്റാൻഡേർഡോ സമ്പ്രദായമോ ഇല്ല. വാലിയും തലയുമില്ല. ധാർമ്മികതയുമില്ല. നയവും നിയമങ്ങളുമില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പ് എന്നാണ് വിജയബാബു കുറിച്ചത്.